നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിവെള്ളൂർ ഓണക്കുന്ന് മേഖലകളിൽ കടകൾക്ക് നേരെ വ്യാപക കരിയോയിൽ പ്രയോഗം. പയ്യന്നൂർ നഗരസഭ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചെയർമാനാകും. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് KP ജ്യോതിക്ക് സാധ്യത. MV രാഘവന്റെ 1ാം ചരമവാർഷികം CMBയുടെ ഇരുവിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണ പുതുക്കി ഒരു ദീപാവലി കൂടി. പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ദേശീയ സെമിനാർ ഡോക്ടർ ജയറാം പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കരിവെള്ളൂർ ഓണക്കുന്ന് മേഖലകളിൽ കടകൾക്ക് നേരെ വ്യാപക കരിയോയിൽ പ്രയോഗം. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതി കരിവെള്ളൂരിൽ പ്രകടനം നടത്തി. കടയുടമസ്ഥർ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് തങ്ങളുടെ കടകൾക്ക് നേരെ കരിയോയിൽ ഒഴിച്ചതായി അറിഞ്ഞത്. കരിവെള്ളൂർ പലിയേരി റോഡിലെ AV ബാലകൃഷ്ണന്റെ സ്മിത സ്റ്റോഴ്സിന് നേരെയാണ് കരിയോയിൽ ഒഴിച്ചത്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച പൊടി ഓർന്നിട്ടില്ല. അപ്പോൾ മണക്കാട്ടൊരാൾ മരിച്ച വീട്ടിൽ നിന്ന് അത് പറഞ്ഞ് ഇവിടെ ബോർഡ് തകർത്തിട്ടുണ്ട്, ഷീറ്റിൽ തകർത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ബസാറിൽ വന്നിട്ടേ ഇല്ല. ഇന്ന് രാവിലെ പറഞ്ഞു ഇവിടെ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. ആരാന്ന് നമുക്കറിയില്ല. ഇവിടെ കാണുന്നുണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ ബോർഡ് കളഞ്ഞു, പിന്നെ 2ാമത് കരിയോയിൽ ഒഴിച്ചു. ഞാൻ പുതിയ ബോർഡാക്കിയതാണ്. അത് കളഞ്ഞിട്ട് ഇത് ഇന്ന് രാവിലേക്ക് 2 ദിവസം രാത്രി, ഞാൻ രാത്രി ഇന്ന് രാത്രി ഇവിടെ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. നെയിം ബോർഡും കീറി നശിപ്പിച്ചിട്ടുണ്ട്. ഓണക്കുന്ന് പെരളം റോഡിലെ V രാജേഷിന്റെ കൊപ്രക്കടയ്ക്ക് മുൻപിലും കരിയോയിലൊഴിച്ച് പ്രവേശിക്കാനാവാത്ത വിധമാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ നഗരസഭ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചെയർമാനാകും. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് KP ജ്യോതിക്ക് സാധ്യത. 12-ന് രാവിലെയാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. പയ്യന്നൂർ നഗരസഭയിൽ ഇടതുപക്ഷത്ത് നിന്ന് 32ഉം UDFൽ നിന്ന് 12 പേരുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. CPMO ഇടതുമുന്നണിയോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അറിയുന്നത്. നേരത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും കഴിഞ്ഞ ഭരണസമിതിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ശശി വട്ടക്കോവൽ പ്രവർത്തിച്ചിരുന്നു. ഈ ഭരണപരിചയവും ഇതുവരെയുള്ള മികച്ച പ്രവർത്തനവും കണക്കിലെടുത്താണ് പാർട്ടി പരിഗണിച്ചതെന്നാണ് അറിയുന്നത്. മുതിർന്ന നേതാവും ഏരിയ കമ്മിറ്റി അംഗവുമായ PV കുഞ്ഞപ്പൻ്റെ പേര് ചെയർമാൻ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ശശി വട്ടക്കോവൽ തന്നെ ചെയർമാനാകട്ടെ എന്ന നിലപാടാണ് അദ്ദേഹത്തിനും ഉള്ളതെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് KP ജ്യോതിയാവും വൈസ് ചെയർമാൻ എന്നവും അറിയുന്നു. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 12-ന് ഗാന്ധി പാർക്കിൽ രാവിലെ 10 മണിക്ക് നടക്കും. മാതമംഗലം മണിപ്പൊയിൽ ചെങ്കൽക്വാറിയിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ. പേരൂർ സ്വദേശി MV ചാത്തുക്കുട്ടിയുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെയോടെ ക്വാറിയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി മുതൽ ചാത്തുക്കുട്ടിയെ കാണാതായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ചെങ്കൽക്വാറിയിൽ പണിക്കുപോയ തൊഴിലാളികൾ ദുർഗന്ധം മൂലം അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടതായി പറയുന്നത്. പുഴുവരിച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടതെന്നും പറയുന്നു. ചെങ്കൽക്വാറിയിൽ കാൽതെറ്റി വീണ് മരണപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പെരിങ്ങോം പോലീസ് എത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പേരൂർ സ്വദേശിയായ ചാത്തുക്കുട്ടി CRPFൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ്. പരേതയായ സരോജിനിയാണ് ഭാര്യ. ശ്രീജേഷ്, ഷിജിത്ത്, ശ്രീലാൽ എന്നിവർ മക്കളാണ്. MV രാഘവന്റെ 1ാം ചരമവാർഷികം CMB ജോൺ വിഭാഗം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ആചരിച്ചു. അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നു.
പയ്യന്നൂർ നഗരത്തിൽ തയ്യാറാക്കിയ MVRന്റെ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് CMPയുടെ മുതിർന്ന നേതാവ് KV വെളുത്തമ്പു മാസ്റ്റർ പതാക ഉയർത്തി. PP ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ CMP സെൻട്രൽ കൗൺസിൽ അംഗം B സജിത് ലാൽ അനുസ്മരണ പ്രസംഗം നടത്തി. KV ദാമോദരൻ, K നാരായണൻ, PV രാജേന്ദ്രൻ, P രജനി, KV ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ കണ്ണൂരിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ നേതാക്കളെ പങ്കെടുപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷം തന്നെ. പക്ഷേ ഈ നവംബർ 9 MVRന്റെ രക്തസാക്ഷിത്വ ദിനം MVRന്റെ 1ാം ചരമവാർഷികം CMB അരവിന്ദാക്ഷൻ വിഭാഗം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ആചരിച്ചു. കൊയ്ക്കിൽ പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി TP സുനിൽകുമാർ, KK വേണുഗോപാലൻ, ഉണ്ണികൃഷ്ണൻ, M സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ടോത്തും അമ്പലത്തറയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം. ബൈക്കിലെത്തിയ അക്രമി സംഘം വീടിനു നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതായി വീട്ടുകാർ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകരായ കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ VV റിജു, നടവളപ്പിൽ യശോദ, അമ്പലത്തറയിലെ SP സഫാൻ എന്നിവരുടെ വീടുകളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30 സംഭവം. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറഞ്ഞു. റിജുവിന്റെ വീട്ടിൽ സ്ഫോടനം നടത്തി ഭയപ്പെടുത്തിയ സംഘം പിന്നീട് യശോദയുടെ വീട്ടിലേക്കും 10 മിനിറ്റിനുള്ളിൽ അമ്പലത്തറയിലെ സഫാന്റെ വീട്ടിലും സ്ഫോടനമുണ്ടാക്കുകയായിരുന്നു. 3 വീടിന്റെയും മുറ്റത്താണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ നഷ്ടങ്ങളില്ല. ചാക്കുനൂരും കടലാസും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ബോംബുകളിൽ ഒരെണ്ണം പൊട്ടാത്ത നിലയിൽ യശോദയുടെ വീട്ടിന്റെ മുന്നിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണ പുതുക്കി ഒരു ദീപാവലി കൂടി. ജീവിതത്തിൽ പ്രകാശം പകരുന്നതിനൊപ്പം ബന്ധങ്ങളുടെ പ്രാധാന്യം ഉറപ്പിക്കുക കൂടിയാണ് ദീപങ്ങളുടെ ഈ ആഘോഷം. വിളക്ക് കത്താൻ എണ്ണ വേണം, എന്നാൽ തിരി എണ്ണയിൽ മുങ്ങാനും പാടില്ല. എണ്ണയിൽ മുങ്ങിക്കിടന്നാൽ തിരി കത്തില്ല. വിളക്കിലെ തിരി പോലെയാണ് ജീവിതവും. ലോകസുഖങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ അതിനോട് കൃത്യമായ അകലം പാലിക്കാൻ നമുക്ക് കഴിയണം. ഈ സന്ദേശമാണ് ഓരോ ദീപാവലിയും മുന്നോട്ട് വയ്ക്കുന്നത്. ജ്ഞാനം എന്ന പ്രകാശത്തിൻ്റെ ആഘോഷമാണ് ദീപാവലി. തിന്മയുടെ മേൽ നന്മയുടെയും ഇരുട്ടിനുമേൽ വെളിച്ചത്തിൻ്റെയും മൂഢതയ്ക്കുമേൽ വിജ്ഞാനത്തിൻ്റെയും വിജയമാണ് ദീപാവലി. വീടുകളിലെ അലങ്കാരം മാത്രമല്ല ദീപം തെളിയിക്കുന്നതിലൂടെ പൂർണ്ണമാകുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള ഉദാത്തമായ സന്ദേശം കൂടിയാണ്. ഐതിഹ്യങ്ങളും നിരവധിയാണ് ദീപാവലിക്ക് പിന്നിൽ. നരകാസുരവധം കഴിഞ്ഞു വരുന്ന ശ്രീകൃഷ്ണനെ വരവേൽക്കുന്ന ആഘോഷം, ശ്രീരാമന്റെ സ്ഥാനാരോഹണ ദിവസം എന്നിങ്ങനെ പോകുന്നു. മഹാബലിയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ദീപാവലിയുടെ ഐതിഹ്യം. അതിങ്ങനെ: മഹാബലിയെ വാമനൻ പാതാളത്തിന്റെ അധിപനായി വാഴിച്ച ദിനമാണ് ദീപാവലി എന്നും പറയുന്നു. ഐതിഹ്യങ്ങൾ എന്തുതന്നെയായാലും തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്ന സന്ദേശത്തിൽ ഐതിഹ്യങ്ങൾ ഒരുമിക്കുന്നു. മുൻകാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു ദീപാവലിയെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലും ദീപാവലി സജീവമാകുന്നു. പലതും മറക്കാനുള്ള സന്ദർഭം കൂടിയാണ് ദീപാവലി. കഴിഞ്ഞ 1 വർഷക്കാലം ഉണ്ടായ കലഹങ്ങളും അശുഭകാര്യങ്ങളും മറക്കണം. നേടിയ പുതിയ വെളിച്ചത്തിൽ ഒരു പുതിയ തുടക്കത്തെ തന്നെ വരവേൽക്കുകയും ചെയ്യുന്നു. ഉള്ളിലെ ജ്ഞാനത്തിൻ്റെ ദീപം തെളിയിക്കുകയും അറിവ് നേടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ സവിശേഷതകൾ കണ്ടെത്താൻ നമുക്ക് തന്നെ സാധിക്കുകയും അതുവഴി പുതിയ സൗഹൃദങ്ങൾ ആരംഭിക്കുകയുമാണ് പരസ്പരം മധുരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നതിലൂടെ നടക്കുന്നതും. നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. ദീപങ്ങൾക്കും പടക്കത്തിനുമൊപ്പം തന്നെ ദീപാവലിയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മധുരപലഹാരങ്ങൾ. ഉത്തരേന്ത്യൻ ഉത്സവമായ ദീപാവലി കേരളത്തിലും സജീവമായതോടെ ബേക്കറിയിൽ ദീപാവലി മധുരത്തിനായി ആവശ്യക്കാരും വർദ്ധിച്ച തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രശസ്തമായ പരസ്യവാചകം സൂചിപ്പിക്കും പോലെ മധുരമെടുക്കൂ ആഘോഷിക്കൂ എന്നാണ് ദീപാവലി ബേക്കറി വിപണി ഉപഭോക്താക്കളോട് പറയുന്നത്. മുൻകാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്ന ആഘോഷം നമ്മുടെ നാട്ടിലേക്കും വ്യാപിച്ചതോടെ ആഘോഷത്തിൻ്റെ ശീലങ്ങളും നമ്മുടെ നാട്ടിലെത്തി. വർണ്ണങ്ങളുടെ ആഘോഷമാണ് ദീപാവലി. ദീപങ്ങളുടെ വർണ്ണങ്ങൾ, പടക്കത്തിൻ്റെ വർണ്ണങ്ങൾ, ഒപ്പം നാവിൽ കൊതിയൂറും നിറത്തിലും സ്വാദിലുമുള്ള മധുരങ്ങൾ. ഇങ്ങനെ പോകുന്നു ദീപാവലിയുടെ വർണ്ണവൈവിധ്യങ്ങൾ. മധുരങ്ങൾ കൈമാറുന്നതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ മധുരതരമാകുന്നു എന്നാണ് വിശ്വാസം.
കേരളത്തിലും ദീപാവലി ആഘോഷം സജീവമായതോടെ ബേക്കറിയിലും മധുരപലഹാരങ്ങളുടെ വിൽപ്പന തകൃതിയാണ്. രസഗുള, ഗുലാബ് ജാമുൻ, രസ്മലായി, പേട, ബർഫി, ബാദ്ഷാ, ഡ്രൈ ഫ്രൂട്ട് ലഡു, ഗീ ലഡു, റവ ലഡു തുടങ്ങിയവയാണ് വിപണിയിലെ പ്രിയമേറും വിഭവങ്ങൾ. കിലോയ്ക്ക് 170 മുതൽ 600 രൂപ വരെയാണ് പലഹാരങ്ങളുടെ വില. നമുക്ക് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്ക് നൈറ്റ് ഇന്ന് പണിയടിച്ച് പിന്നെ ഇത് പേട, ബർഫി, ഗുലാബ് ജാം, രസഗുല്ല, രസ്മലായി, ജാങ്കരി, ബാദുഷ, ബാദാം പൂരി നല്ല സ്വീറ്റ് മധുരം ഉണ്ടാക്കുന്നതാണ്. ഉത്തരേന്ത്യൻ മധുരപലഹാരങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയെന്നും ഏഴിമല നേവൽ അക്കാദമി, CRPF ക്യാമ്പ്, വിവിധ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഓർഡർ ലഭിക്കുന്നതായും പയ്യന്നൂരിലെ ബേക്കറി ഉടമ കൂടിയായ തമ്പാൻ പറയുന്നു. സ്വീറ്റ്സിൻ്റെ ഇപ്രാവശ്യത്തെ വർക്ക് തുടങ്ങി. കാരണം ഇലക്ഷൻ്റെ തിരക്കിലായതുകൊണ്ട് ജനങ്ങൾ എത്ര ഉണർന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഓർഡർ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഓർഡറുകൾ ഉണ്ട്. അപ്പോൾ എന്നാലും നാട്ടുകാർ കച്ചവടം കൂടി കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം സാധനം ഒരുവിധം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാവുന്നില്ല ഒരു ധാരണ ഉണ്ട്. എങ്കിലും കൂടിയിട്ട് പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ് ദീപാവലി സ്വീറ്റ്സിൻ്റെ ഓർഡറും ഉണ്ടാക്കുന്നതും. നോർത്ത് ഇന്ത്യൻസ് ആൾക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചിലവാകുന്നതിൽ പ്രതീക്ഷയുണ്ട്. നിർമ്മാണ സാധനങ്ങളുടെ വിലയിൽ കാര്യമായ വർധനവില്ലാത്തതുകൊണ്ട് തന്നെ പലഹാരങ്ങൾക്ക് വില കൂട്ടേണ്ടിയും വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. മുൻകാലത്തെ അപേക്ഷിച്ച് മികച്ച വിൽപ്പന തന്നെയാണ് വ്യാപാരികൾ ലക്ഷ്യമിടുന്നതും. ചെറുകുന്നിൽ KSTP ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നത് പതിവായി. നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായിടുന്നത് വ്യാപാരികൾക്കും ദുരിതമാകുന്നു. 2 ആഴ്ച മുൻപാണ് ചെറുകുന്നിൽ KSTPയുടെ ഓവുചാൽ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ പാതിവഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. മിക്കയിടങ്ങളിലും വലിയ കുഴികൾ നിർമ്മിച്ചത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെറുകുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ എത്തിച്ചേരേണ്ട വിദ്യാർത്ഥികൾക്കും ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. നിർമ്മാണ പ്രവൃത്തിയിലെ അശാസ്ത്രീയതയാണ് ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിലക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. കുറേ പ്രാവശ്യം പറഞ്ഞു, ഇതൊന്നും ചെയ്തിരുന്നില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ മിഞ്ഞാന്ന് രാത്രി ആളിടുന്ന് വീണു. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഇടിയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് കയറാൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മൾ തന്നെ മണ്ണിട്ട് ഇങ്ങോട്ടാക്കിയത്. കുട്ടികൾക്കല്ല എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഇത് KSTP ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് തീർക്കേണ്ട പരിപാടിയൊന്നുമില്ലേ? ഇതാരും ജനങ്ങൾ പ്രതികരിക്കാനില്ലാത്തതുകൊണ്ട് മാതിരിയാണ് ഇവിടെ ഈ പ്രശ്നം. ഈ ഓവുചാൽ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ചെറുകുന്ന് തറയിൽ ഭയങ്കരമായ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനജീവിതം ദുരിതത്തിലാക്കി തീർത്ത KSTPയുടെ നിലപാടിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബുള്ളറ്റുകൾക്കെതിരെ ചായക്കൂട്ടുകളുമായി പ്രതിഷേധം. ഷൂട്ടേഴ്സ് കുഞ്ഞിമംഗലം സംഘടിപ്പിക്കുന്ന ഡ്രാമ ഫെസ്റ്റിന് മുന്നോടിയായുള്ള ചിത്രകാര കൂട്ടായ്മയാണ് വിഷയത്തിന്റെ വൈവിധ്യത്താൽ ശ്രദ്ധേയമായത്. ഷൂട്ടേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ മാസം 14 മുതൽ 18 വരെ കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേക വേദിയിൽ നടത്തുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം ഡ്രാമ ഫെസ്റ്റ് 2015ന്റെ ഭാഗമായാണ് ആണ്ടാങ്കോവിലിൽ ചിത്രകാര കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നാടകങ്ങളിലൂടെയും സാഹിത്യത്തിലൂടെയും നവോത്ഥാനം വളർത്തിയ കേരള സംസ്കാരത്തെ ജാതീയതയിലും അന്ധവിശ്വാസത്തിലും മുക്കിക്കൊല്ലുവാനുള്ള ഗൂഢശ്രമത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റം വിഷയമാക്കി കളേഴ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്ന തലക്കെട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വർഗീയവാദികൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ ഒരു ചുട്ട മറുപടി കൊടുക്കാൻ കഴിഞ്ഞെന്നത് ചെറിയ കാര്യമല്ല. അതിന് വരും ദിനങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലെ വളരെ ആഴ്ച ഒരു സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് വ്യാജ്യമായി ധരിച്ചിട്ട് രാജ്യത്തിൻ്റെ സർവ്വസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അഹങ്കാരം ഉണർത്തുന്ന നയം ഒരു ഭരണാധികാരിക്കും ഭൂഷണമല്ല. വിനോദ് പയ്യന്നൂർ, തങ്കരാജ്, പ്രമോദ് അടുത്തില, കലേഷ് കലാലയ, സന്തോഷ് ചുണ്ട, പവിത്രൻ കുഞ്ഞിമംഗലം, AB ബിജു, പ്രേമാനന്ദൻ, മെഹ്റൂഫ് പിലാത്ര, ഗോവിന്ദൻ മണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ YV കണ്ണൻ, TN മധു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുകുന്ന് പള്ളിക്കരയിൽ CPM പ്രവർത്തകന്റെ ഓട്ടോ കത്തിച്ചു. 2 പേർ പോലീസ് പിടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി 10:30ഓടെയാണ് പള്ളിക്കര സ്വദേശി മാത്യു ലൂയിസിന്റെ ഓട്ടോറിക്ഷയ്ക്ക് തീവെച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട് അയൽവാസികൾ ബഹളം വെച്ചു. നാട്ടുകാർ ഓടിക്കൂടുകയും ചെയ്തു.
ഈ സമയത്ത് ഒരാൾ ഓടി രക്ഷപ്പെടുന്നതായും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് കല്ലും സിഗരറ്റും കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇതേ തുടർന്നാണ് പള്ളിക്കരയിലെ എം ഷെരീഫ്, കെ ഇബ്രാഹിം എന്നിവരെ കണ്ണപുരം എസ് ഐ ബിനു മോഹൻ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രി ഓട്ടോറിക്ഷയുടെ വുഡ് കീറി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓട്ടോറിക്ഷ കീറി നശിപ്പിച്ചത് മുസ്ലിം ലീഗാണെന്ന് CPM ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസ് പിടികൂടിയവർക്ക് മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല. സമാധാനം നിലനിന്നിരുന്ന പ്രദേശത്ത് അക്രമമുണ്ടാക്കാൻ വേണ്ടിയാണ് CPM ശ്രമിച്ചതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വിജയികൾക്ക് കരിവെള്ളൂർ ബസാറിൽ സ്വീകരണം നൽകി. സമ്മേളനം EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. കോണക്കുന്നിൽ നിന്ന് ബാൻഡ് മേളത്തിന്റെയും വെടിക്കെട്ടിന്റെയും അകമ്പടിയോടെയാണ് വിജയികളെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചത്. വമ്പിച്ച ജനാവലി അകമ്പടി സേവിച്ചു. കേരളം ഇടതുപക്ഷത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതി ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ EP കരുണാകരൻ പറഞ്ഞു. സമാനതകളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കേരളത്തിൽ നടന്നത്. അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ടുകൊണ്ട് LDF വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഭരണകക്ഷിക്കാർ കൂകിയാർത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനാവശ്യമായ രീതിയിലുള്ള എല്ലാ പോലീസ് സന്നാഹങ്ങൾ പോലും ഭരണകൂടം ഒരുക്കി നിർത്തി ജനങ്ങൾ നേരിടാൻ വേണ്ടി ഇന്ന് കാണാൻ വേണ്ടി കഴിയും. K. നാരായണൻ, T. ഗോപാലൻ, M. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ സ്വീകരണ യോഗത്തിന് നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഇമേജസ് ആൻഡ് റെപ്രസെന്റേഷൻ ഇൻ ഹിസ്റ്ററി എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ബറോഡ യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ജയറാം പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ KM ദിലീപൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിഷ D. നായർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമവല്ലി PV, IQAC കോർഡിനേറ്റർ ഡോക്ടർ KC മുരളീധരൻ, ഹിന്ദി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും HODയുമായ KV ഉണ്ണികൃഷ്ണൻ, പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം HODയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ദിനേഷ് DA, എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും HODയുമായ ബിനില മാത്യൂസ്, മലയാളം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ സോന P എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആസ്വാദക മനം നിറച്ച് ചെറുകുന്നിൽ ദക്ഷിയാഗം കഥകളി. ചെറുകുന്ന് പ്രസന്ന കലാവേദിയാണ് കഥകളി സംഘടിപ്പിച്ചത്. നൃത്തപ്രഭ ബോംബെയാണ് കഥകളി അവതരിപ്പിച്ചത്. പുരാണകഥയായ ദക്ഷയാഗത്തിലെ കഥാപാത്രങ്ങൾ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രേക്ഷകർ കയ്യടിയോടെ സ്വീകരിച്ചു. കഥാപാത്രങ്ങളായി ശിവനും സതിയും വീരഭദ്രനും ഭദ്രകാളിയുമെല്ലാം ശ്രദ്ധേയമായി. കലാമണ്ഡലം ഭാസ്കരൻ, കലാലയം മന്മഥൻ, രാധാഭാസ്കർ, തിരുവല്ലം ബാബു, സദാശിവൻ എന്നിവരാണ് വേഷമിട്ടത്. കലാവേദി സുരേഷ്, കലാനിലയം എന്നിവരായിരുന്നു പാട്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള വ്യാപാരി വ്യവസായ സമിതി വിളയാങ്കോട് യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും EMS മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജയരാജൻ പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതിയിൽ കേരളത്തിൽ ചെറുകിട വ്യാപാരികളുടെ ഏറ്റവും സുശക്തമായ സുസജ്ജമായ ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു കാലത്ത് കേരളത്തിലെ വ്യാപാരികൾ മഹാഭൂരിപക്ഷവും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വ്യാപാരികളിൽ വലിയ സമ്പന്നരായ വ്യാപാരികളുടെ മാത്രം താല്പര്യങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ മാറി ചിന്തിച്ചത്. അതിന്റെ ഭാഗമായി രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന് പറയുന്നത്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കച്ചവടക്കാരുമായി അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. ടി.വി. രാജേഷ് എം.എൽ.എ. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വ്യാപാരി വ്യവസായ സമിതി വിളയാങ്കോട് യൂണിറ്റ് പ്രസിഡന്റ് വി. ജോസ് പ്രകാശ് അധ്യക്ഷനായി. എൻ. പുരുഷോത്തമൻ, ടി.വി. ഭാസ്കരൻ, ടി.സി. വത്സൻ, വി. ഉമ്മർ, കെ.സി. രഘുനാഥ്, കെ.സി. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ. പങ്കജവല്ലി ഉപഹാര സമർപ്പണവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ. വി. ഉണ്ണികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരണവും നടത്തി. തുടർന്ന് സംഗീത കാവ്യ വിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കണ്ടങ്ങാളി കാർലി ശ്രീ ഭദ്രകാളി ക്ഷേത്രം സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഭാഗവതരത്നം പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടന്നത്. സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് യജ്ഞാചാര്യനായ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയെ ക്ഷേത്രസന്നിധിയിലേക്ക് വാദ്യമേളങ്ങളുടെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് തന്ത്രി തെക്കിനടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് യജ്ഞദീപം തെളിയിച്ചു. പറന്നിറക്കൽ, ആചാര്യഭരണം, ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും എന്നിവയും നടന്നു. സപ്താഹ ദിവസങ്ങളിൽ കാലത്ത് 6 മണിക്ക് ലളിത സഹസ്രനാമ പാരായണവും നടക്കും. സപ്താഹം നവംബർ 15 ഞായറാഴ്ച സമാപിക്കും. കണ്ണൂർ റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ സർവശിക്ഷാ അഭിയാൻ നടത്തിയ ശുചിത്വ ക്വിസ് UP വിഭാഗത്തിൽ അന്നൂർ UP സ്കൂൾ വിദ്യാർത്ഥി ശ്രീഹരി മനോജ് 1ാം സ്ഥാനം നേടി. അന്നൂർ പടിഞ്ഞാറക്കരയിലെ ബി മനോജിന്റെയും MC പ്രിയയുടെയും മകനാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. സംസ്ഥാന ഇലക്ഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സംസ്ഥാനത്തിലെ വലിയ പ്രത്യേകത ആയിരിക്കില്ല പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് വരുന്ന വ്യത്യാസം. അതുമാതിരി തന്നെ പഞ്ചായത്ത് ഇലക്ഷനും അത് ക്രോഡീകരിച്ചിട്ട് മുമ്പോട്ട് ഒരുപോലെ പറയാൻ പറ്റില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഈ സൂചന BJP ഈ ഭൂരിപക്ഷം കിട്ടി ഭരിക്കാൻ തുടങ്ങിയതോടുകൂടി എല്ലാ കാലത്തും BJPക്ക് രാജ്യം ഭരിക്കുക, ഈ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും അടിച്ചോടിക്കുക, അതുപോലെ തന്നെ എല്ലാ ജനവിരുദ്ധ നയങ്ങളും തൊഴിലാളി വിരുദ്ധ നയങ്ങളൊക്കെ വീണ്ടും ശക്തിയായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു BJP ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിചാരത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ബീഹാറിൽ കണ്ടത്. കാരണം ഈ BJPക്ക് അത്രയൊന്നും അഹങ്കരിക്കാൻ മാത്രമൊന്നുമില്ല വകയില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ 31% പേര് മാത്രമാണ് ഈ രാജ്യത്ത് BJP ഭരിക്കണം എന്നാവശ്യപ്പെട്ടത്. ബാക്കി 69% പേരും BJP ഭരിക്കേണ്ടതെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ പാർട്ടികളൊക്കെ വിവിധ കക്ഷികളിൽ ചേർന്നതുകൊണ്ടാണ് BJP രക്ഷപ്പെട്ടത്. പക്ഷേ ബീഹാർ നൽകുന്ന സൂചന ഈ ജനവിരുദ്ധ നയങ്ങളുമായി ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഏക അജണ്ട എന്നുള്ള നിലയ്ക്ക് BJPയുടെ ഈ ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടം അതിനൊരു ഏകീകരണം ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ബീഹാറിൽ നിന്ന് കിട്ടുന്നത്. അത് BJP ഉൾക്കൊള്ളുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ള ഒരു വിജയമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തകർപ്പൻ പരാജയം അവരുടെ തുടർന്ന് പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP അധികാരത്തിൽ വന്നത് മുതൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ പ്രകോപനപരവും അതുപോലെ തന്നെ നിഷ്ഠുരവുമായ നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്.
ഇതിൻ്റെ ഫലമായി ജനങ്ങൾ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് BJP നിലംപരിശാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഭാവിയിലും അവർക്ക് ബാധകമായിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവെള്ളൂർ, ഓണക്കുന്ന് മേഖലകളിൽ കടകൾക്ക് നേരെ വ്യാപക കരിയോയിൽ പ്രയോഗം. പയ്യന്നൂർ നഗരസഭ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചെയർമാനാകും. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് KP ജ്യോതിക്ക് സാധ്യത. MV രാഘവന്റെ 1ാം ചരമവാർഷികം CMBയുടെ ഇരുവിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണ പുതുക്കി ഒരു ദീപാവലി കൂടി. പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ദേശീയ സെമിനാർ ഡോക്ടർ ജയറാം പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.